ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദീപകിന്റെ കഴുത്തിലെന്താ ഒരു ചുവന്ന പാട്? അത് കടുവ അടിച്ചോ? കടുവ കടിച്ചൊന്നുമല്ല, ഒരു ആക്സിഡന്റ് പറ്റിയതാ. ആക്സിഡന്റ് പെടലിക്കോ? അതെന്താ ആക്സിഡന്റ്? ഇതാരോ നല്ലോണം കൈകാര്യം ചെയ്തതുപോലെ തോന്നുന്നുണ്ടല്ലോ. ബൈക്ക് മറിഞ്ഞ് ഒരു മരക്കൊമ്പ് വന്ന് പെടലിക്ക് മുട്ടിയതാ. ഈ കാട്ടിലൂടെയൊക്കെ ബൈക്ക് ഓടിക്കുമ്പോഴേ സൂക്ഷിക്കണേ കേട്ടോ. ഇരുട്ടടി പോലെ ആയിരിക്കും മരക്കൊമ്പിന്റെ അടി. മേഡം, ഞാൻ വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് പോവാ. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ശരി രാജു. ഋതിക നിന്നേ. തറവാട്ടിലെ താമസമൊക്കെ സുഖമായിരുന്നില്ലേ? സുഖമായിരുന്നു. എന്താ സംശയം? അല്ല, കോലോത്തെ കാര്യങ്ങളും അവിടുത്തെ പഴയ മനുഷ്യരെ പറ്റിയൊക്കെ വല്ലതും അറിഞ്ഞോന്നാ ചോദിച്ചേ. അമ്മായി എന്താ ഉദ്ദേശിക്കുന്നത്? മോളുടെ അമ്മയെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോന്നാ ചോദിച്ചേ. അമ്മയോ? ഏതമ്മ? എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപേ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയ സ്ത്രീയെ കുറിച്ച് എന്നോട് പറയണ്ട. എന്റെ അച്ഛൻ വെറുക്കുന്ന സ്ത്രീയാ അവര്. അവരെ അച്ഛന് വേണ്ടാത്തതുപോലെ എനിക്ക് വേണ്ട. ആ മേഡം. രാജു, ഓഫീസിൽ എത്തിയില്ലല്ലോ? ഇല്ല, പറഞ്ഞു. നമ്മൾ സംശയിച്ചതുപോലെ അമ്മായി എന്റെ അമ്മയെ കുറിച്ച് ചോദിച്ചു. ചോദിച്ചല്ലേ? എന്താ ചോദിച്ചേ? തറവാട്ടിൽ ചെന്നപ്പോ അവിടെയുള്ള ആരെങ്കിലും അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്ന്. അത് ശരി. ആ വിവരം അറിയാനും മാത്രം ഇവർക്കെന്താ ഇത്ര ആങ്സൈറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. അവരിത്രയ്ക്കും കാര്യമായിട്ട് ഇത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലെന്തോ ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. എന്ത് റോള്? അംബിക മാഡത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ വർമ്മ സാറിനെയും പത്മാവതി മാഡത്തെയും അകറ്റാൻ ഇവർ ഒത്തിരി പണിയെടുത്ത് കാണും. എല്ലായിടത്തെയും പോലെ വർമ്മ സാറിന്റെ ഫാമിലി ലൈഫിലും ഇവര് തന്നെയാ വില്ലെത്തി. അതിലെ നോ ഡൗട്ട്. അതൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അമ്മയെ കണ്ടെത്തിയാലല്ലേ പറ്റൂ. മാഡത്തിന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ല, അമ്മമ്മ എന്തെടുക്കുക? കണ്ടില്ല, തിരക്കിലാണെന്ന് തോന്നുന്നു. ആ ശരി, ഓക്കെ മാഡം. ഞാൻ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് മാഡത്തിനെയും കൂട്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ശരി രാജു. അകലേ നോവിനാലേ